അപ്പോൾ ആ സർവീസ് സെലക്ഷൻ ബോർഡ് ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോൾ സാധാരണ നമ്മൾ ഇൻ്റർവ്യൂ, അതായത് തമ്മിലുള്ള ഒരു വെർബൽ ഇൻ്ററാക്ഷൻ ബിറ്റ്വീൻ ആൻ ഇൻ്റർവ്യൂവർ ആൻഡ് ആൻ ഇൻ്റർവ്യൂയി, അതാണല്ലോ ഇൻ്റർവ്യൂ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഇൻ്റർവ്യൂ സാധാരണ അരമണിക്കൂർ നടക്കാം, 3/4 മണിക്കൂർ നടക്കാം. പക്ഷെ ഇത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ അതിനെപ്പറ്റിയെല്ലാം ഞാൻ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയാം. ഇതെല്ലാം അറ്റ്ലീസ്റ്റ് പേരൻസ്, ഗാർഡിയൻസ്, ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, യു ഓൾ മസ്റ്റ് ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ജനറൽ അവയർനെസ്. ഇതില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ മാതാപിതാക്കളായിട്ട് ചെയ്യേണ്ട ചില ഡ്യൂട്ടീസ്, നമ്മളിൽ അർപ്പിതമായിട്ടുള്ള ഈ ഡ്യൂട്ടീസ് നമുക്ക് വേണ്ട പോലെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കാതെ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ ലാക്ക് ഓഫ് അവയർനെസ്, യുവർ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്, and you are responsible for that. Now students, they are also supposed to be given this career guidance in schools. സത്യം പറഞ്ഞാൽ സ്കൂളിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സംഗതി, ഒട്ടും പ്രസക്തിയില്ലാത്ത ഒരു വിഭാഗമാണ് ഈ കരിയർ ഗൈഡൻസ്. നമ്മൾ കേരളത്തിൻ്റെ സ്ഥിതി ഇതാണെങ്കിൽ, നേരെ മറിച്ച് പഞ്ചാബിലോ ഹരിയാനയിലോ ഉത്തർപ്രദേശിലോ രാജസ്ഥാനിലോ ചെന്ന് നോക്കാമെങ്കിൽ തിങ്സ് ആർ ഡിഫറെൻറ്റ്. പഞ്ചാബ് ഗവൺമെൻറ് 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഗവൺമെൻറ് ചെലവിൽ അവർ സ്റ്റേറ്റ് ലെവലിൽ ഒരു മത്സര പരീക്ഷ നടത്തി അതിൽ നിന്ന് മിടുക്കലുമായിട്ടുള്ള കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് 2 വർഷത്തെ ഗവൺമെൻറ് ചെലവിൽ ഈ NDAയുടെ കോച്ചിങ് കൊടുക്കുന്നു. ഗവൺമെൻറ് ചെലവിൽ. ഈ കാര്യം നമ്മുടെ എക്സ് ഫിനാൻസ് മിനിസ്റ്റർ ഡോക്ടർ തോമസ് ഐസക് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വിസിറ്റ് ചെയ്തപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ പുള്ളി പറഞ്ഞത്, നിങ്ങളൊക്കെ ഞങ്ങളേലും ഇപ്പോൾ ഗവൺമെൻറ്റിനേലും ഒത്തിരി മുമ്പിലാണ്, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. ദാറ്റ്സ് എ ഫാക്ട്. ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നടക്കുന്ന കാര്യം ഞാൻ പറയുന്നത്. അപ്പോഴെന്ന് നോക്കിയോ, നമ്മുടെ കുട്ടികളെല്ലാം ഈ പഞ്ചാബിലോ അല്ലെങ്കിൽ ഹരിയാനയിലോ അല്ലെങ്കിൽ UPയിലോ രാജസ്ഥാനിലോ ഹിമാചൽ പ്രദേശിലോ ഉള്ള ഈ 2 വർഷം ഗവൺമെൻറ് ചെലവിൽ പര്യാപ്തമായിട്ടുള്ള കോച്ചിങ് കിട്ടി വന്നിട്ട് അവർ കോമ്പീറ്റ് ചെയ്യുന്നൊരു കോമ്പറ്റീഷനിൽ യാതൊരു എക്സ്പോഷറും ഇല്ലാതെ പോകുന്ന നമ്മുടെ കുട്ടികൾക്ക് മാറ്റുരയ്ക്കേണ്ടി വരികയാണ്. So naturally their performance will not be up to the mark. There is nothing very strange or surprising about that. കാരണം എന്താണ്, ബേസിക്കലി അവർക്ക് ആ വിധത്തിലുള്ള എക്സ്പോഷർ കിട്ടിയിട്ടില്ല. അതിന് മറ്റൊന്നുമല്ല, നമ്മൾ തന്നെ അതിൻ്റെ ഉത്തരവാദികളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചുവടുവയ്പ് എന്ന രീതിയിലാണ് സാരഥി കുവൈത്ത് എന്നുള്ള ഈ സംഘടന, സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് എന്നുള്ള ഈ സ്ഥാപനം ഈ രീതിയിൽ നമ്മൾ ഡിസൈൻ ഉണ്ടായിട്ടുള്ള കാരണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞങ്ങൾ ഈ രീതിയിലേക്ക് വന്നത് എന്നതിനെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ഇനി ഞാൻ കുറച്ച് സ്ലൈഡ്സ് കാണിച്ചുകൊണ്ട് അതിനോടുകൂടി പോകാം. സോ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് രജിസ്റ്റേർഡ്. ആൻഡ് ഈ സ്റ്റുഡൻസ്, ഇഫ് യു വാണ്ട്, യു ക്യാൻ കൈൻഡ്ലി മേക്ക് നോട്ട്സ്. It will be useful for you and for others also. പ്രവാസി സംഘടനയായ എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫ് സാരഥി കുവൈത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ചേർത്തല എസ്എൽപുരത്ത് പ്രവർത്തിക്കുന്ന സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ് എന്ന സ്ഥാപനത്തിൽ പുതുതായി പല സുപ്രധാന കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിൻ്റെ ex-DGP ശ്രീ ഹോർമിസ് തരകൻ IPS ആണ് ഈ കോഴ്സ് ലോഞ്ചിങ് സെറമണിയിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തത്. ഗസ്റ്റ് ഓഫ് ഓണർ ആയി ബ്രിഗേഡിയർ ഡോക്ടർ CV അജയ് വിശിഷ്ട സേവാ മെഡലും
Colonel Joseph, the commanding officer of 11 Kerala Battalion NCC, എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കേരള ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അസാപ്പിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു ട്രെയിനിങ് ബോഡിയാണ് SCFE. ലൈഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സ് അസാപ്പിൻ്റെ വെബ്സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അഫിലിയേറ്റഡ് കോഴ്സാണ്. ഈ കോഴ്സ് പ്രവാസി മലയാളികൾക്കും വിദേശത്ത് ഉപരിപഠനത്തിനോ ജോലിക്കോ പോകുന്ന ഏവർക്കും അനുയോജ്യമായ ഒരു കോഴ്സാണ്. ഈ കോഴ്സിലേക്കും അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. സാരഥി സെൻറ്റർ എന്നറിയപ്പെടുന്ന ഈ കോച്ചിങ് അക്കാഡമി അന്താരാഷ്ട്ര നിലവാരം ഉറപ്പാക്കുന്ന ISO 9001 2015 അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു കോച്ചിങ് സ്ഥാപനമാണ്. ഈ തലമുറയിലെ ഏറ്റവും ആധുനികമായ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് റോബോട്ടിക്സ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭ്യമാണ്. ചെന്നൈയിലെ പ്രസിദ്ധ സ്ഥാപനമായ ടെക് ലേണിംഗ് സൊല്യൂഷൻസിനോട് സഹകരിച്ചാണ് SCFE ഈ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ നടത്തിപ്പോരുന്നത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ ജോബ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന മേഖലയാണ് സൈബർ സെക്യൂരിറ്റി. വിഖ്യാതമായ സെക്കർസീഡ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് SCFEയുമായി പങ്കുചേർന്ന് സൈബർ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റഡ് കോഴ്സുകൾ നടത്തുന്നത്. 100% ജോബ് അഷുറൻസ് ഉള്ള ഈ മേഖലയിലേക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഓൺലൈനായി നടത്തി വരികയാണ്. സർവീസസ് സെലക്ഷൻ ബോർഡ് പ്രിപ്പറേറ്ററി ആൻഡ് മെൻറ്റോറിംഗ് കോഴ്സ്. SCFE പുതുതായി NCC കേഡറ്റ്സിനും ഡിഫൻസ് സർവീസ് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾക്കും വളരെ പ്രയോജനപ്പെടുന്ന കോഴ്സ് ഡിസൈൻ ചെയ്തു കഴിഞ്ഞു. സ്കൂൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിന് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനും ഉപകാരപ്രദമായ രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ കോഴ്സ്. ഈ കോഴ്സിലേക്കുള്ള അഡ്മിഷനും ഇപ്പോൾ നടന്നു വരികയാണ്. ഹെൽത്ത് കെയർ സർവീസസിൽ പ്രത്യേകിച്ച് നഴ്സിംഗ് വിഭാഗത്തിൽ ഏറ്റവും ആകർഷകമായ പാക്കേജസ് ഓഫർ ചെയ്യുന്ന രാജ്യമാണ് ജർമ്മനി. ജർമ്മൻ ഭാഷ നിർബന്ധമാണ് അവിടെ നഴ്സിംഗ് ജോലി കരസ്ഥമാക്കാൻ. +2 കഴിഞ്ഞ് ജർമ്മൻ ഭാഷയിൽ B2 സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയാൽ സ്കോളർഷിപ്പോടുകൂടി നഴ്സിംഗ് കോഴ്സ് ജർമ്മനിയിൽ പഠിക്കുവാൻ അവസരം ലഭിക്കും. നഴ്സിംഗ് ഫീൽഡിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും ആകർഷകമായ പാക്കേജാണിത്. ജർമ്മനിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടേഴ്സിൻ്റെ നിരീക്ഷണത്തിൽ മോക്ക് ഇൻ്റർവ്യൂ ഉൾപ്പെടെ ജർമ്മൻ ഭാഷാ കോഴ്സ് SCFE നടത്തി വരികയാണ്. ആംബോസ് ജർമ്മനി എന്ന സ്ഥാപനവുമായി കൊളാബറേറ്റ് ചെയ്തിട്ടാണ് SCFE ഈ കോഴ്സ് നടത്തുന്നത്. ഓൺലൈനായിട്ട് നടത്തുന്ന ഈ കോഴ്സിൽ ഇപ്പോൾ അഡ്മിഷൻ ലഭ്യമാണ്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള സമ്മർ കോഴ്സ്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് മോഡ്യൂൾ ഉൾപ്പെടുന്ന സമ്മർ വെക്കേഷൻ ക്ലാസ്സസിലേക്ക് സ്കൂൾ കുട്ടികൾക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. ദേശീയ തലത്തിൽ നടത്തപ്പെടുന്ന എല്ലാവിധ മത്സര പരീക്ഷകൾക്കുമുള്ള പരിശീലനം SCFEയിൽ ലഭ്യമാണ്. നാഷണൽ ഡിഫൻസ് അക്കാഡമി എൻട്രൻസ് എക്സാമിനേഷൻ ക്രാഷ് കോഴ്സ്, കമ്പൈൻഡ് ഡിഫൻസ് സർവീസസ് എൻട്രൻസ് എക്സാമിനേഷൻ ക്രാഷ് കോഴ്സ് എന്നിവ നിലവിൽ നടന്നുവരുന്നു. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിൽ നടത്തപ്പെടുന്ന പാരാമിലിറ്ററി ഫോഴ്സസിലേക്കുള്ള കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസ്, അതുകൂടാതെ റെയിൽവേ ബോർഡ് എക്സാമിനേഷൻസ്, അതിനപ്പുറം നാഷണൽ ലെവലിൽ നടക്കുന്ന മറ്റ് കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസിന് എല്ലാത്തിനും പര്യാപ്തമായ കോച്ചിങ്, അതിനോടൊപ്പം ഉന്നത വിജയം കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ്. ശാന്തമായ ഗ്രാമീണ പഠനാന്തരീക്ഷത്തിൽ ആധുനിക സൗകര്യങ്ങൾ ഒരുക്കി എയർ കണ്ടീഷൻ ചെയ്ത ക്ലാസ് മുറികൾ, SSD ഇൻ്റർവ്യൂവിന് പര്യാപ്തമായ പരിശീലനത്തിന് ഒക്കുന്ന ഒബ്സ്റ്റക്കിൾ കോഴ്സ്, ഔട്ട്ഡോർ ട്രെയിനിങ് ഫെസിലിറ്റി, പ്രഗത്ഭരായ അക്കാഡമിക് ഫാക്കൽറ്റീസ്, പരിചയസമ്പന്നരായ ഡിഫൻസ് ആൻഡ് സിവിൽ സർവീസസ് ഓഫീസേഴ്സിൻ്റെ
മേൽനോട്ടത്തിൽ നടത്തപ്പെടുന്ന കോച്ചിംഗ് പ്രോഗ്രാം എന്നിവ SCFEയുടെ പ്രത്യേകതകളാണ്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ പ്രശസ്ത വിജയം കൈവരിക്കുവാൻ SCFEക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൽ സാരഥി കുവൈത്ത് എന്ന സംഘടനയ്ക്കും വിജയികളായ കുട്ടികളുടെ കുടുംബാംഗങ്ങൾക്കും ഒരുപോലെ കൃതജ്ഞതയുണ്ട്. അന്താരാഷ്ട്ര നിലവാരം പുലർത്തുന്നതും കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ASAP കേരളയുടെ അക്രഡിറ്റേഷൻ കരസ്ഥമാക്കിയതുമായ ഈ സ്ഥാപനം അക്കാഡമിക് എക്സലൻസും ഫിസിക്കൽ ട്രെയിനിങ്ങും സമന്വയിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനമാണ്. കേരളത്തിലെ ഈ പ്രശസ്ത സ്ഥാപനം യുവതീ യുവാക്കളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഏറ്റവും വലിയ സംഭാവന നൽകി വരുന്നു. ഇന്ത്യൻ ആർമിയിൽ 34 വർഷം സേവനമനുഷ്ഠിച്ച് വിരമിച്ച കേണൽ S. വിജയൻ ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്നും വിരമിച്ച വിംഗ് കമാൻഡർ പോൾ M. വർക്കി, അഡ്വക്കേറ്റ് ശ്രീ NS. അരവിന്ദാക്ഷൻ എന്നിവർ ഈ കോച്ചിംഗ് അക്കാഡമിയുടെ മുതൽക്കൂട്ടാണ്. പ്രഗത്ഭരായ അക്കാഡമിക് ഫാക്കൽറ്റീസ്, ഫിസിക്കൽ ട്രെയിനിങ് ടീം, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്നിവർ ഈ സ്ഥാപനത്തെ ഒരു സെൻറ്റർ ഓഫ് എക്സലൻസ് ആക്കി മാറ്റുവാൻ സഹായിക്കുന്നു. ഫോർ ഫ്രീ കരിയർ ഗൈഡൻസ് യു ആർ ഓൾ വെൽക്കം ടു സാരഥി സെൻറ്റർ ഫോർ എക്സലൻസ്. സമ്മർ വെക്കേഷനിൽ നമ്മളുടെ കുട്ടികൾ എന്താ ചെയ്യുന്നത് എന്നുള്ള ഒരു വീണ്ടും വിചാരം എല്ലാ പേരൻസിനും ഉണ്ടെങ്കിൽ ഈ വീഡിയോ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ലെസൺസ് തരുന്നുണ്ടെങ്കിൽ ഈ സമയം ഏറ്റവും അത്യാവശ്യമായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. കാരണം അവരുടെ സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെൻറ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ്. അപ്പോൾ ആ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്തിരിക്കണം. അതാണ് പേരൻസ് ആദ്യം ചിന്തിക്കേണ്ട ഒരു വിഷയം. സമ്മർ കോഴ്സസ് എന്ന് പറയുമ്പോൾ സാധാരണ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു കമ്പ്യൂട്ടർ കോഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെയുള്ള എയർ കണ്ടീഷൻ്റെ മുറിയിൽ ഇരുന്നുകൊണ്ടുള്ള എന്തെങ്കിലും പരിപാടിയിൽ ഏർപ്പെടുന്നതായിരിക്കും ഒരുപക്ഷെ കുട്ടികൾ താല്പര്യപ്പെടുന്നു. കാരണം ഇന്നത്തെ തലമുറ അങ്ങനെയാണ്. മൊബൈലും TV-യും ഒന്നും ഇല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം ദേ കാൺ ലിവ്. പക്ഷേ അവരെ ഔട്ട്ഡോഴ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ആ കൊണ്ടുവരേണ്ടത് അവരുടെ ശരീരത്തിൻ്റെ ആവശ്യമാണ്, ഈ ജനറേഷൻ്റെ ആവശ്യമാണ്. കാരണം ഇനിയുള്ള ജനറേഷൻ ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു ജനറേഷനാണ്. അപ്പോൾ അവർക്ക് ഇവിടെ ഈ ഭൂമുഖത്ത് ജീവിക്കണമെങ്കിൽ ദേ ഷുഡ് ബി ഹെൽത്ത് വൈസ് ദേ ഷുഡ് ബി ബെറ്റർ ദാൻ അവർ ജനറേഷൻ. ആ ഒരു ചലഞ്ചുണ്ട്. കാരണം നമുക്ക് ഇന്ന് നോക്കുമ്പോൾ വെള്ളം അത് പൊല്യൂട്ടഡാണ്, എയർ ദാറ്റ് ഈസ് പൊല്യൂട്ടഡ്. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ എവറിത്തിങ് ഈസ് ഈദർ ഇറ്റ് ഈസ് പൊല്യൂട്ടഡ് ഓർ ഇറ്റ് ഈസ് ദ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ആർ വെരി പുവർ. അപ്പം അങ്ങനെയുള്ള ഒരു എൻവയറോൺമെൻറ്റിലാണ് നമ്മുടെ കുട്ടികൾ ജീവിച്ചു വരുന്നത്. അപ്പോൾ അവർക്ക് ആ ശാരീരികമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള എക്സസൈസും അതുപോലെ ഇതുകൂടി നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു ദീർഘവീക്ഷണം കുട്ടികൾക്ക് ഇപ്പം തന്നെ ഉണ്ടാകണം. ഇതൊക്കെ ഉണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള സമ്മർ വെക്കേഷൻ ക്ലാസ്സസ്, ബേസിക്കലി ലീഡർഷിപ്പ് സ്കിൽ ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്, ഇതെല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള ഒരു കരിക്കുലം നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ഓൾവേസ് ഇറ്റ് ഈസ് ബെറ്റർ. ഓക്കെ, അത് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മുടെ സെഷനിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വാട്ട് ഈസ് ദ റെലവൻസ് ഓഫ് കരിയർ ഗൈഡൻസ്. സത്യം പറഞ്ഞാൽ കരിയർ ഗൈഡൻസ് ഇന്നത്തെ ഒരു ദിനം നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് ശിവഗിരിയിലെ പുണ്യമായിട്ടുള്ള ഈ ഭൂമിയിൽ, അപ്പോൾ ശാരദാദേവിയുടെ പ്രതിഷ്ഠ വാർഷിക ദിനം ആചരിക്കുന്ന ദിവസം കൂടിയാണ്. 62ാമത് പ്രതിഷ്ഠാ വാർഷിക ദിനം ആചരിക്കുന്ന ഈ ദിവസം. ഒരു പക്ഷേ ഇന്നിവിടെ വന്ന കുട്ടികളും ഇവിടെ വന്നിട്ടുള്ള മാതാപിതാക്കൾ എല്ലാവരും
അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഒരു പുതിയ ചാപ്റ്ററോ എഴുതി ചേർക്കാൻ ഉതകുന്നൊരു ദിവസമായിട്ട് ഇത് മാറണം എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് ഞാൻ ഈ സെഷനിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളും രാവിലെ അവിടെ പോയിരുന്നു. ഇത്ര ശാന്തമായിട്ട് ഇത്ര ഭംഗിയായിട്ടുള്ള ഒരു അന്തരീക്ഷം. അതുപോലെ തന്നെ ഇത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന ഒരു ഒരു വൺ ഡേ കരിയർ ഗൈഡൻസ് പ്രോഗ്രാം ഈ SSSS ഇവിടെ ഓർഗനൈസ് ചെയ്തു എന്നുള്ളത് വളരെ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്.